ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. രാമം രാമാനുജം സീതാം ഭരതം ഭരതാനുജം സുഗ്രീവം വായുസൂനും ച പ്രണമാമി പുനഃ പുനഃ. ഭഗവാന്റെ രൂപം വനത്തിൽ വസിക്കുന്നതായിട്ടുള്ള അമ്പവില്ല്, വാള, പരിച, നീണ്ട കൈകളുള്ള, മഞ്ഞപ്പട്ടുടുത്ത, താമര കണ്ണുകളുള്ള, അതേപോലെ തന്നെ സീത കൂടെയുണ്ട്. എല്ലാ അർത്ഥത്തിലും ജടാമുടിയൊക്കെ കെട്ടിയത് കിരീടം പോലെ ഒരു രാജകീയ വേഷത്തിൽ അവിടെ വനത്തിലെ രാജാവാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഭവാടവി കടക്കാനുള്ള ഏറ്റവും നല്ല ഉപായം ഈ സീതയോടൊത്തുള്ള രാമചന്ദ്രനെ എത്രത്തോളം ഭക്തിയോട് കൂടിയിട്ട് ആശ്രയിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ഭഗവാൻ നമ്മളെ ഈ സംസാര അടവി, ഭവ അടവി കടത്തിത്തരും. അതിൽ വിഷമമില്ലാതെ കണ്ട്, നമുക്ക് ദുഃഖം അനുഭവിക്കാതെ കണ്ട് തന്നെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ഇങ്ങനെയുള്ള ഭഗവാൻ അനുഭവിച്ചതായിട്ടുള്ള പല കാര്യങ്ങളാണ് വനവാസക്കാലത്ത് ഈ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ അതിനുശേഷം കുറേ ദുഃഖങ്ങളെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഭഗവാൻ ദുഃഖം അനുഭവിക്കുകയാണോ അഭിനയിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. കാരണം ആത്മാരാമനായിട്ടുള്ള ഭഗവാന് സ്വന്തം ബന്ധം, ശത്രു, മിത്രം ഇതൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് അതിനെ കണക്കാക്കേണ്ടത് അത് അറിയില്ല. ഏതായാലും സീതാന്വേഷണം ലക്ഷ്മണനെ കൂടി ഏട്ടന് ഇത്രയും ദുഃഖമായല്ലോ എന്ന് ആ ഭാവത്തോട് കൂടിയിട്ടാണ് അറിയിപ്പിച്ചത് എന്ന് സാരം. നമ്മൾ 3 ഭാഗം ഇപ്പോൾ പറഞ്ഞു വെച്ചു രാമായണം. അതിൽ കബന്ധ മുക്തി വരെ ആണ് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു വെച്ചത്. മുക്തനായിട്ടുള്ള കബന്ധൻ ശബരിയെ കാണാൻ വേണ്ടിയിട്ട് രാമനോട് നിർദ്ദേശിക്കുന്നു. മനുഷ്യഭാവത്തിൽ ഭഗവാൻ അതെല്ലാം ശ്രവിക്കുന്നു. ശബരിയിൽ നിന്നും വാനര സഖ്യത്തെ, സുഗ്രീവ സഖ്യത്തെ അവിടെ നിർദ്ദേശമായിട്ട് കിട്ടുന്നു. ആ രംഗത്തേക്കാണ് ഇനി നമുക്ക് കടക്കേണ്ടത്. കബന്ധൻ പോയതിന് ശേഷം രാമനും ലക്ഷ്മണനും സീതയെ കണ്ടുവോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മരങ്ങളോടും പക്ഷിമൃഗാദികളോടും ഒക്കെ അന്വേഷിക്കുന്നു. സീതയെ കണ്ടു ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രദേശത്ത് ഒരു ആശ്രമമൊക്കെ അവിടെ കണ്ടു. അതിസുന്ദരം എന്നേ പറയാനുള്ളൂ, അത്രയും സുന്ദരം. പക്ഷിമൃഗാദികളൊക്കെ ശാന്തരായിട്ടിരിക്കുന്നു. അപ്പോൾ അത് മാതംഗമുനിയുടെ ആശ്രമമാണ് എന്ന് മനസ്സിലായി. അകത്തേക്ക് ചെല്ലണു. അവിടെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ശബരി മാതംഗമുനിയുടെ ശിഷ്യയാണ്, കാട്ടാള സ്ത്രീയാണ്. പക്ഷേ അതീവ ഭക്തയാണ്. ശബരി എന്നും ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിച്ചു. ഒരു വിദ്യാഭ്യാസവും നേടിയില്ല. പക്ഷേ രാമനെ മാത്രം വിചാരിച്ചുകൊണ്ട്, സ്മരണ ചെയ്തുകൊണ്ട്, മാതംഗമുനി എന്താണോ പറഞ്ഞു കൊടുത്തത് അതിനെ മാത്രം വിചാരിച്ചുകൊണ്ട് കഴിയുകയാണ്. അപ്പോൾ എന്നും മാതംഗമുനി പറഞ്ഞു കൊടുക്കും, നിനക്ക് ശ്രീരാമനെ കാണാനുള്ള ഭാഗ്യമുണ്ട്, എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല. ഗുരുവിന് ഭഗവാനെ കാണാനുള്ള ഭാഗ്യമില്ല, പക്ഷേ ശിഷ്യയ്ക്ക് അതുണ്ട്.
അതുകൊണ്ട് കാത്തിരുന്നോളൂ, നല്ല നല്ല പഴങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചോളൂ എന്നാണ്. അപ്പോൾ എല്ലാ ദിവസവും പഴങ്ങൾ ശേഖരിച്ച് വയ്ക്കും രാമൻ വന്നാൽ കൊടുക്കാനായിട്ട്. ആ സമയത്താണ് ഒരു ദിവസം രാമൻ ഇങ്ങനെ കയറി വരുന്നത് ലക്ഷ്മണനോട് ഒപ്പം. അപ്പോൾ അവിടെ ഈ പുല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടം, ചെറിയ തടുക്ക്, അതിലാണ് ഇരിക്കുക. അവിടേക്ക് ഇരുത്തി കേമായിട്ട് പൂജിച്ചു. എങ്ങനെയുള്ള പൂജ എന്നുള്ളത് ചോദിക്കരുത്. ഭക്തിയാണ് പൂജയുടെ പ്രധാന ഭാവം. അത് ഭഗവാൻ നന്നായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഭഗവാന് നിവേദ്യം, ഈ ഫലങ്ങൾ സമർപ്പിക്കാനാണ് ഗുരുവിൻ്റെ ആജ്ഞ. ഒരു പഴമെടുത്ത് കൊടുക്കുമ്പോൾ ഇതിൽ പുളിയാണോ മധുരമാണോ എന്നുള്ളത് അറിയാണ്ട് എങ്ങനെയാണ് കൊടുക്കുക? അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല എന്നർത്ഥം. കടിച്ചു, നല്ല രുചിയുണ്ട് എന്ന് മനസ്സിലായി, ആ പഴം കൊടുത്തു. വേറൊരു പഴം എടുത്തു, അത് നോക്കുമ്പോൾ പുളിയാണ്, അത് ഒഴിവാക്കി. വേറൊരു പഴം, അതിന് ചവർപ്പ, അത് ഒഴിവാക്കി. ഇങ്ങനെ ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ആ പഴത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് കടിച്ച് സ്വാദ് നോക്കിയിട്ട് നന്ന എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് ശ്രീരാമന് കൊടുത്തത്. രാമൻ അത് ഭക്ഷിക്കുകയും ചെയ്തു. ലക്ഷ്മണൻ ആഹാരം ഉപേക്ഷിച്ചിട്ട് കാലം കുറയും, 12 വർഷം ആവുകയും. അപ്പോൾ ലക്ഷ്മണൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത പ്രയാസം. ഏട്ടാ, ഇങ്ങനെ ഈ രാക്ഷസി കഴിച്ചതായിട്ടുള്ള കടിച്ച ഇച്ചിലാക്കിയിട്ടുള്ള ഈ പഴം അതിങ്ങനെ കഴിക്കാൻ പാടുമോ എന്ന് ചോദിക്കാതെ കണ്ട് ചോദിച്ചു. ആ നോട്ടം കൊണ്ട് മനസ്സിലായി. അപ്പോൾ ഇതിൽ എച്ചിലും പറ്റൂല. അതാണ് അതിൻ്റെ നിയമം, അതാണ്. എച്ചിലും പറ്റൂല്ല. അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്താണ് ശുദ്ധം എന്നുള്ളത്, ശുദ്ധമെന്ത് അശുദ്ധമെന്ത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ലക്ഷ്മണനും അത് സമ്മതമായി. സസ്യജാലങ്ങൾ ഏറ്റവും ചീത്തയായിട്ടുള്ള, നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഈ ചീഞ്ഞളിഞ്ഞതായിട്ടുള്ള, അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഈ വസ്തുക്കളെ പരിശുദ്ധമാക്കിക്കൊണ്ട് അത് കായും ഫലവും പഴമായിട്ടും അതേപോലെ ഇലയായിട്ടും തൊലിയായിട്ടും, ഇളനീരൊക്കെയാണെന്ന് വെച്ചാൽ ആ ഇളനീരിൻ്റെ വെള്ളമായിട്ടും നാളികേരമൊക്കെ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ ശുദ്ധമാണ്. ഇവിടെ വേരിൽ കൂടെ വലിച്ചെടുക്കുന്നത് മുഴുവൻ ചീഞ്ഞളിഞ്ഞുള്ള സാധനമാണ്. അതെങ്ങനെ ശുദ്ധമായിട്ട് വരണു? അപ്പോൾ ശുദ്ധം എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇത് ശുദ്ധമാണ് ലക്ഷ്മണ എന്ന് പറഞ്ഞു. ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് ശുദ്ധമാക്കേണ്ടത് എന്നർത്ഥം. ആ ശബരിക്ക് അർഹത കിട്ടിയതുകൊണ്ട് മുക്തിയെ പ്രദാനം ചെയ്തു. ശബരി നന്നായിട്ട് സ്തുതിക്കണം. ഒന്നും അറിയില്ല സ്തുതിക്കാൻ. എങ്കിലും ആ സ്തുതിയിൽ ഭാവം ഉണ്ടായതുകൊണ്ട്, ഭാവഗ്രാഹി ജനാർദ്ദനൻ ആയതുകൊണ്ട് ശ്രീരാമൻ അതിനെ സ്വീകരിച്ചു. അമ്മ എന്ന നിലയ്ക്ക് കണക്കാക്കണു. എനിക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ മഹർഷിമാർക്ക് പോലും ഈ രാമനോട് അങ്ങനെയൊക്കെ പറയാൻ പ്രയാസം. ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഏതായാലും ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഋഷ്യമുഖാചലമുണ്ട്. അവിടെ ഹനുമാനും സുഗ്രീവനും ഒക്കെ താമസിക്കുന്നുണ്ട്. അവരുമായിട്ട് സഖ്യം ചെയ്യണം. അവർ വാനരന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാട്ടിലൂടെ എന്തും അവിടത്തേക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു. ഇത്രയും നല്ലൊരു മാർഗം വേറെ ആരാ പറഞ്ഞു കൊടുക്കുക? കാട്ടിൽ വാനരന്മാർ അവർക്ക് പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. അതിവേഗത്തിൽ സഞ്ചരിക്കും. അതേപോലെ തന്നെ എവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. വഴിയായാലും ശരി, ജലമായാലും ശരി, സുരക്ഷിതമായിട്ടുള്ള സ്ഥാനമായാലും ശരി, വ്യാഘ്രസിംഹാദികളില്ലാത്ത സ്ഥലമായാലും ശരി, രാക്ഷസന്മാർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരെ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വാനരന്മാരെയാണ് ഏറ്റവും നല്ലത് എന്ന് ശബരി പറഞ്ഞു കൊടുത്തു.
ഭഗവാൻ അത് സ്വീകരിക്കുന്നു. അങ്ങനെ ശബരിക്ക് മുക്തി കൊടുക്കുന്നു. ശബരിക്ക് മുക്തി കിട്ടിയതോട് കൂടിയിട്ട് മാതംഗമുനിക്കും മുക്തി കിട്ടുകയാണ്. നേരിട്ട് കാണാൻ സാധിച്ചില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ശിഷ്യരിലൂടെയും പുത്രന്മാരിലൂടെയും പൗത്രന്മാരിലൂടെയും മുക്തി കിട്ടും. അതാണ് ഭക്തൻ്റെ പ്രത്യേകത. 21 തലമുറയാണ് പ്രഹ്ലാദൻ്റെ അവതാരം കൊണ്ട് ഭഗവാൻ മുക്തി കൊടുത്തത്. അപ്പം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അതിനുശേഷം ലക്ഷ്മണനും ശ്രീരാമനും കൂടിയിട്ട് നടക്കണു. പമ്പാ തീരത്ത് കൂടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഋഷ്യമുഖാചലത്തിൽ പേടിച്ചുകൊണ്ടാണ് സുഗ്രീവനും അതേപോലെ 4-5 വാനരന്മാരുണ്ട്, അത്രയേ ഉള്ളൂ. ഹനുമാൻ മന്ത്രിയാണ്, സുഹൃത്താണ്, രക്ഷകനാണ്, ശങ്കരാംശാണ്. സുഗ്രീവൻ ഈ 2 കോമള ബാലന്മാർ നടന്നു പോകണം. ആരാണ് അവർ? രാവണൻ്റെ ചാരന്മാരാണോ ബാലിയുടെ ചാരന്മാരാണോ? ബാലി ശത്രുവായിട്ട് നിൽക്കായിട്ട്. അപ്പോൾ പേടിച്ചു. അറിഞ്ഞു വരൂ എന്ന് സുഗ്രീവൻ ഈ ഹനുമാനോട് പറഞ്ഞു. ഹനുമാൻ ഒരു വടു ബ്രാഹ്മണ ബാലൻ്റെ രീതിയിൽ ഉപനച്ചുണ്ണിയായിട്ട് ഈ ശ്രീരാമൻ്റെ അടുത്തെത്തി നല്ല നല്ല കാര്യങ്ങളെ പറഞ്ഞു. ആ വാക് ചാതുരി കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ഇദ്ദേഹം പണ്ഡിതൻ തന്നെയാണ്, ഈ ഉണ്ണിയെ നമുക്ക് വിശ്വസിക്കാം എന്നീ പ്രകാരം പറഞ്ഞു. ആരാണ്, അങ്ങാരാണ്, നിങ്ങളാരാണ് എന്നുള്ള ചോദ്യത്തിന് പ്രത്യുത്തരങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യയെ പേടിച്ചുകൊണ്ട് സുഗ്രീവൻ ഋഷ്യമുഖാചലത്തിൽ താമസിക്കുകയാണ്. അവിടെ മാത്രമേ സുരക്ഷിത സ്ഥാനമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ദശരഥ പുത്രന്മാരാണെന്ന് മനസ്സിലായതുകൊണ്ട് സന്തോഷം. അനുകൂലരാണെങ്കിൽ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം രൂപത്തെ ഹനുമാൻ കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ തോളത്ത് കയറിക്കോളൂ, ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും, ഞാൻ വേഗം എത്തിക്കാം എന്ന് പറഞ്ഞു. 2 തോളിലുമായിട്ട് രാമനും ലക്ഷ്മണനും ഹനുമാൻ്റെ പീഠത്തിൽ ഇരുന്നു. ഹനുമാൻ നേരെ സുഗ്രീവൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അവിടെ സുഗ്രീവൻ ഒരു പരീക്ഷ നടത്തുകയാണ്. സഖ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വാസം വരണം, എത്രത്തോളം കഴിവുണ്ട് ഇതൊക്കെ അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ വലിയ ഒരു പോത്തിൻ്റെ ജഡം കിടക്കുന്നുണ്ട്. തലയില്ല, വലിയ പോത്തിൻ്റെ ജട. അത് ഇവിടെ നിന്നും അകലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തൻ്റെ ഇടത്തുകാലിൻ്റെ പെരുവിരലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. അത് 100 യോജന അകലത്തേക്ക് പോയി കിടന്നു എന്നാണ്. ആ പോത്തിൻ്റെ ജഡം ദുന്ദുഭി എന്ന ഒരു അസുരൻ്റെ ജഡമാണ്. അത് അവിടെ കിടന്നിട്ട് വലിയ ശല്യം. അത് വളരെ ദൂരേക്ക്, മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത സ്ഥലത്തേക്ക് ഭഗവാൻ അതിനെ കൊണ്ടിട്ടു. അപ്പോൾ സുഗ്രീവന് സമ്മതമായി. പിന്നെ ഈ ബാലിക്ക് അനവധി കഴിവുകളുണ്ട്. അപ്പോൾ ആ കഴിവുകളെ മറികടക്കാൻ ഇതിപ്പോൾ ശക്തിയുണ്ട്, അപ്പോൾ യുക്തിയും കൂടി വേണേ. അപ്പോൾ ശക്തിയും യുക്തിയും പരീക്ഷിക്കപ്പെടണം. അവിടെ വട്ടത്തിൽ നിൽക്കുന്നതായിട്ട് ഒരു 7 സാലവൃക്ഷങ്ങൾ, സാലവൃക്ഷങ്ങൾ ഇങ്ങനെ 7 നിൽക്കുന്നുണ്ട്. അതൊരു കൂട്ടി യോജിപ്പിച്ചൊരു വര വരയ്ക്കുകയാണെന്ന് വെച്ചാൽ വട്ടത്തിലാണ് വരിക. അങ്ങനെയാണ് 7 വൃക്ഷങ്ങൾ നിൽക്കുന്നത്. അത് ഒരമ്പ് കൊണ്ട് മുറിക്കണം എന്നാണ്. എന്നുവെച്ചാൽ ദിവ്യത്വം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ദിവ്യ അസ്ത്രങ്ങളുണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ സാലവൃക്ഷങ്ങളുടെ പൂർവ്വചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചു. നോക്കുമ്പോൾ അതൊരു പാമ്പിൻ്റെ മീതെയാണ് നിൽക്കണത്. ആ പാമ്പ് ഒരു അസുരനാണ്. മീതെ നിൽക്കുന്നവരൊക്കെ അസുരന്മാരാണ്. ശാപം കൊണ്ടാണ് അങ്ങനെ ആയത്. അവർക്ക് മുക്തി കിട്ടാറായി. അപ്പോൾ ഈ സഹോദരന്മാരായിട്ടുള്ള 7 സാലവൃക്ഷങ്ങളെ നേർരേഖയിൽ വരുത്താൻ വേണ്ടിയിട്ട് പാമ്പിൻ്റെ പൊക്കിളിൽ ഒന്നാണ് ചവിട്ടി. അപ്പോൾ പാമ്പ് അങ്ങോട്ട് നിവർന്നു. അസുരനാണത്, രാക്ഷസനാണ്. അതങ്ങോട്ട് നിവർന്നു കഴിഞ്ഞപ്പോൾ വൃക്ഷം ഒരേ സ്ഥലത്ത് വന്നത് ആരും കണ്ടുമില്ല.
ഒരമ്പ് കൊണ്ട് 7 സാലവൃക്ഷങ്ങളും മുറിച്ചു. പാമ്പ് പഴയ പോലെ തന്നെ കിടക്കുകയും ചെയ്തു. 7 മരങ്ങൾ ഒരേപോലെ മുറിഞ്ഞങ്ങോട്ട് വീണു. സുഗ്രീവനെ സന്തോഷിപ്പിച്ചു. തൻ്റെ കഴിവ് ഇത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ആവശ്യങ്ങളെ പറഞ്ഞു. എൻ്റെ ഏട്ടൻ ഇപ്രകാരം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ ദുന്ദുഭി അസുരൻ വന്നിങ്ങനെ വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് യുദ്ധം ചെയ്തതൊക്കെ. പക്ഷേ അത് സ്വയം ബാലി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ദുന്ദുഭി തോൽക്കും എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഓടി, എന്നിട്ടൊരു ഗുഹയിൽ ചെന്നിട്ട് ഒളിച്ചു. അപ്പോൾ ബാലി പിന്നാലെ ഓടി. ഞങ്ങളും കുറേ ആൾക്കാർ പിന്നാലെ ചെന്നു. ബാലി ഒറ്റയ്ക്ക് ഗുഹയ്ക്ക് അകത്തേക്ക് കയറാൻ നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവനെ കൊന്നിട്ട് വന്നോളാം. ഞാൻ അവനെ കൊന്നു കഴിഞ്ഞാൽ വെളുത്ത ചോര വരും. ഞാനാണ് മരിച്ചാൽ ചുവന്ന ചോര വരും. ഞാൻ ചുവന്ന ചോര വരികയാണെങ്കിൽ നിങ്ങളെ ഗുഹാമുഖം അടച്ച് അവന് തുറക്കാൻ പറ്റാത്ത രീതിയിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. അവൻ മായാവിയാണ്. തമ്മിൽ യുദ്ധം ചെയ്തു. ആ ദുന്ദുഭിയെ ബാലി കൊന്നു. 27 ദിവസമായിട്ടുണ്ടായിട്ടോ, കുറച്ച് അധികമുണ്ട്. എത്ര ദിവസമാണെന്നില്ല, അത്രയും ദിവസം വേണ്ടി വന്നു. പക്ഷേ ആ മരിക്കുന്ന സമയത്ത് തൻ്റെ ചോരയുടെ നിറം വെളുപ്പാണ് സ്വതേ, അത് ചുവപ്പാക്കി. മാത്രമല്ല ബാലിയുടെ ശബ്ദത്തിൽ സുഗ്രീവ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തു. ഈ ചുവന്ന ചോര വരുന്ന കണ്ടപ്പോൾ സുഗ്രീവൻ ഗുഹാമുഖം അടച്ചിട്ടു, തുറക്കാൻ പറ്റാത്ത രീതിയിൽ. എന്നിട്ട് അവിടുന്ന് പോയി. ഇവിടെ നാട്ടിലെത്തി എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി രാജാവായി. സുഗ്രീവൻ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബാലി തൻ്റെ ശക്തി കൊണ്ട് ആ ഗുഹാമുഖം തുറന്ന് വീണ്ടും കിഷ്കിന്ധയിലെത്തി. അപ്പോൾ സുഗ്രീവൻ രാജാവായിട്ടിരിക്കുക. ശുണ്ഠി വന്നു. അവിടുന്ന് സുഗ്രീവനെ കൊല്ലാൻ വേണ്ടിയിട്ടായി ബാലി. അപ്പോൾ സുഗ്രീവനെ എതിർക്കാൻ പറ്റില്ല. കാരണം ബാലിക്കൊരു വരവുണ്ട്. ആരാണോ യുദ്ധത്തിന് വരുന്നത് വെച്ചാൽ ആ ശത്രുവിൻ്റെ പകുതി ബലം ബാലിയിൽ വന്ന് ചേരും. അപ്പോൾ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് യുദ്ധം ചെയ്യുകയും ചെയ്തു, തോറ്റിട്ട് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ബാലി വരാത്തതായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഋഷിമുഖാചലം. അപ്പോൾ അവിടേക്ക് ബാലി വരില്ല. അവിടെ തപസ് ചെയ്തിരുന്ന മാതംഗമുനിയുടെ ആശ്രമം അശുദ്ധമാക്കിയപ്പോൾ ഇനി ആരാണോ ഇവിടേക്ക് എൻ്റെ ഈ ആശ്രമസ്ഥലം അശുദ്ധമാക്കിയത് അയാൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറഞ്ഞത് ബാലിയാണ്. അപ്പോൾ ബാലിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ അഭയം പ്രാപിച്ചു. ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുന്നത്. എന്നെ തോൽപ്പിച്ചിട്ട് എൻ്റെ രാജ്യമൊക്കെ ബാലി എടുക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യ താരയെ ഇപ്പോൾ ബാലിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അങ്കദൻ എന്നുള്ള പേരായിട്ടൊരു പുത്രനും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ്. ഇങ്ങനെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ബാലിയെ അങ്ങ് കൊന്നു തരണം. എനിക്ക് ശത്രുത ഉണ്ടായിട്ടല്ല, ഏട്ടനോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്നെ ശത്രുവായിട്ടാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ബാലി അത് ഏറ്റു. വെല്ലുവിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് യുദ്ധത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു. യുദ്ധം ചെയ്തു. ബാലിക്ക് ക്ഷീണമൊന്നും കാണാനില്ല. സുഗ്രീവന് ക്ഷീണം കാണാനുണ്ടേനി. രാമനൊപ്പം യുദ്ധം ചെയ്യാനായിട്ട് വന്നൂല. അങ്ങനെ വധിക്കും എന്നുള്ള നിലയ്ക്കൊക്കെ ആയി. അപ്പോൾ ഒരു ദിവസം ഇനി ഞാൻ യുദ്ധത്തിന് പോകണില്ല എന്നായി. വേണ്ട, യുദ്ധത്തിന് പോയിക്കോളൂ. ലക്ഷ്മണനോട് പറഞ്ഞിട്ട് ഒരു വാടാത്ത മാല കഴുത്തിലിട്ട് കൊടുത്തു. എനിക്ക് ആളെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ കൊല്ലാത്തതേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്തു. രണ്ടുപേരും ഒരേപോലെ, കണ്ടാൽ ഒരു വ്യത്യാസമില്ല, നല്ലോണം സാമ്യമുണ്ട്. അപ്പോൾ ശ്രീരാമനും കൂടി കാണാൻ പറ്റുന്നില്ല വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നില്ല വെച്ചാൽ അത്ര സാമ്യമാണ്. അപ്പോൾ ഈ മാലിട്ട് കൊടുത്തു. ഇത് വാടില്ല. വീണ്ടും വെല്ലുവിളിച്ച് യുദ്ധം തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ
ഒരു മരത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ബാലിയെ അമ്പ് ചെയ്ത് കൊന്നു. ആ അമ്പ് അങ്ങയുടെ ഹൃദയത്തിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ബാലി ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർന്നു പോയി. അവിടെ നിന്ന് താഴത്തേക്ക് വീണു മലച്ചട്ടിയിട്ട്. അതോട് കൂടിയിട്ട് മുക്കാൽ ജീവനും പോയി. നീ ജീവനോട് വേർപ്പെടുക, അത്രേ വേണ്ടു. അപ്പോൾ രാമനോട് ചോദിച്ചു, എന്തിനാ രാമ എന്നെ ഇങ്ങനെ ഒളിയമ്പ് ചെയ്ത് കൊന്നത്? അങ്ങക്ക് എന്താണോ ആവശ്യിച്ചാൽ അത് നിറവേറ്റി തരാൻ ഞാൻ കൂട്ടിയേ പറ്റുമല്ലോ. ഈ സുഗ്രീവനും ഞാനും തമ്മിൽ അങ്ങക്ക് എന്താ പക്ഷഭേദം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സുഗ്രീവന് ഏതായാലും രാവണനെ ജയിച്ചിട്ട് അങ്ങക്ക് സീതയെ വീണ്ടെടുത്താൻ സാധിക്കില്ല. പക്ഷേ എനിക്കത് കഴിയും. അതിന് ബാലി തൻ്റെ ഈ വാലിൻ്റെ ഇടയിൽ രാവണനെ 7 സമുദ്രത്തിൽ അങ്ങനെ കൊണ്ട മുക്കിയത് കഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയാലോ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്, പിന്നെ എന്തിനാ എന്നെ വധിച്ച് എന്നായി. അപ്പോൾ രാമൻ പറഞ്ഞു, അർഹതയില്ലാത്തത് നീ സ്വന്തമാക്കിയിരിക്കണം. അനുജൻ്റെ ഭാര്യ പുത്രിയല്ലേ, അതിനെ വെച്ചിരിക്കാൻ പാടുമോ? അതേപോലെ സുഗ്രീവനാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല, അനുജനാണ്, പിന്നെയും തെറ്റുകാരനാക്കിയിട്ട് നീ ചെയ്തത് ശരിയായില്ല. രാജ്യത്തുനിന്ന് പുറത്താക്കി, അതൊരു തെറ്റല്ലേ? ക്ഷാത്രധർമ്മത്തിന് വിപരീതമായിട്ട് നീ പലതും ചെയ്തു. അതുകൊണ്ട് നിനക്ക് ചില തെറ്റുകൾ പറ്റിയപ്പോൾ ശിക്ഷാർഹനാണ് നീ. പിന്നെ മാത്രമല്ല, നിൻ്റെ വരബലം നേരിട്ട് ആര് യുദ്ധത്തിന് വന്നാലും നീയേ ജയിക്കുള്ളൂ. ശത്രുവിൻ്റെ പകുതി നിനക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ നേരിട്ട് ഒരാൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഇങ്ങനെയല്ലാണ്ട് എങ്ങനെയാണ് വധിക്കുക? ശിക്ഷാർഹനായതുകൊണ്ട് ശിക്ഷ വിധിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ രാജാവാണ്, ഭൂമി ഭരിക്കുന്ന രാജാവ് ഞാനാണ്. ദശരഥൻ അച്ഛൻ ഭരിക്കണമെന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ ദശരഥന് വേണ്ടിയിട്ട് രാമൻ ഭരിക്കണോ, രാമന് വേണ്ടിയിട്ട് ഭരതൻ ഭരിക്കണോ, ഭരതന് വേണ്ടിയിട്ട് ശത്രുഘ്നൻ ഭരിക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതാ. പക്ഷേ എങ്കിലും രാമനാണ് ഉത്തരവാദിത്തം. രാമൻ്റെ രാജ്യമാണ് ഈ ഭരതൻ ഭരിക്കണത്. ഭരതൻ ശത്രുഘ്നനെ കൊണ്ട് ഭരിപ്പിക്കണത്. അപ്പോൾ അതുകൊണ്ട് രാജാവ് ഞാനാണ്. തെറ്റ് ബോധ്യപ്പെടുത്തി പിന്നെ മുക്തി കൊടുത്തു. ബാലിക്ക് മുക്തിയാണ് കൊടുത്തത്. അന്യരുടെ യാതൊന്നും മോഹിക്കാൻ പാടില്ല. ലോഭമോഹങ്ങൾ അതിനെ ചതിച്ച് കൊല്ലുക തന്നെ വേണം. ചിന്ത കാട് കയറാൻ പാടില്ല. അങ്ങനെ ബാലിവധം കഴിഞ്ഞു. കിഷ്കിന്ധയിൽ രാജാവായിട്ട് ഈ സുഗ്രീവനെ അവരോധിച്ചു. അതിനുശേഷം വർഷക്കാലമാണ്. കർക്കടം, ചിങ്ങം, കന്നി, തുല, 4 മാസം ചാതുർമാസ്യം. മഴക്കാലമായതുകൊണ്ട് ഒന്നും എളുപ്പമല്ല. അത് നടക്കാനും തിരയാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു. താരയെ സുഗ്രീവന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കിഷ്കിന്ധ രാജ്യത്തെ രാജാവാക്കാം എന്ന് സഖ്യസമയത്ത് അഗ്നിസാക്ഷിയായിട്ടാണ് സഖ്യം ചെയ്തത്. സാക്ഷിയായിട്ട് ഹനുമാനുമുണ്ട്. തന്നെ രാജാവാക്കി കഴിഞ്ഞാൽ രാവണനെ അന്വേഷിച്ച് പിടിച്ച് വധിക്കാൻ സഹായിക്കാം എന്നാണ്. ചാതുർമാസ്യം കഴിഞ്ഞിട്ടും വാനരന്മാരൊന്നും വരുന്നതാണല്ല. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു, ഇതെന്താ വാനരന്മാരൊന്നും വരാത്തത്? അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ലക്ഷ്മണൻ കുറച്ച് കോപിച്ച് കിഷ്കിന്ധയിലെത്തി. ഈ ചാതുർമാസ്യകാലത്ത് ലക്ഷ്മണനെ നന്നായിട്ട് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് രാമൻ, മായ എങ്ങനെ മറികടക്കാം എന്നുള്ളത്. ലക്ഷ്മണൻ അവിടെ ചെന്നു. ഒരമ്പ് ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുഗ്രീവനെ വെല്ലുവിളിക്കുകയാണ്, അല്ലെങ്കിൽ ചീത്ത അറിയാണ്. അപ്പോൾ സുഗ്രീവൻ നേരെ താരയെ ആണ് പറഞ്ഞയച്ചു. താര ഇടപെട്ടു, അനുനയിപ്പിച്ചു. താര വളരെ മിടുക്കത്തിയാണ്. അപ്പോൾ ഹനുമാൻ്റെ മന്ത്രിസ്ഥാനവും താരയുടെ ഈ ഉപദേശവും രണ്ടും കൂടിയിട്ട് ലക്ഷ്മണൻ തണുത്തു. ഹനുമാൻ എല്ലാ ദിക്കിലേക്കും ദൂതന്മാരെ വിട്ടു. അവർ 10,000 വാനരന്മാരെയും കൊണ്ട് അതാത് ദേശത്തെ നേതാക്കന്മാർ, രാജാക്കന്മാർ വരും. ഇത് ശട്ടം കെട്ടി. ആ വിവരങ്ങളൊക്കെ ലക്ഷ്മണനോട് വന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാനും സുഗ്രീവനും ലക്ഷ്മണനൊക്കെ കൂടിയിട്ട് രാമൻ്റെ അടുത്തെത്തി. രാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചർച്ച ചെയ്തു.
4 ദിക്കിലേക്കും സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് വാനരന്മാരെ വിടാനുള്ള ഏർപ്പാടായി. തെക്കേ ദിക്കിലേക്ക് ഹനുമാനെ വിട്ടു. ഹനുമാനെ വിടുന്ന സമയത്ത് ശ്രീരാമൻ തൻ്റെ കയ്യിലുള്ള രാജകീയ മോതിരം അങ്കുലി, അപ്പോൾ അത് മോതിരം കൊടുത്തു. ഇത് അടയാളമാണ്, സീതയെ കണ്ടുവച്ചാൽ സീതയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോണ സമയത്ത് ഈ സ്വയംപ്രഭയെ കണ്ടു. അവിടെ നിന്ന് പലതും നേടാൻ സാധിച്ചു. സ്വയംപ്രഭയ്ക്ക് ഭഗവാൻ രാമൻ മുക്തി കൊടുത്തു. അവിടെ നിന്ന് കടൽ തീരത്തെത്തി. അവിടെ സമ്പാദിയുമായിട്ട് കൂടിക്കാഴ്ച. അപ്പോൾ ജടായുവിൻ്റെ ഏട്ടനായിട്ടുള്ള ഈ സമ്പാദിയുടെ പൂർവ്വചരിത്രം, ചിറക് മുറിഞ്ഞു പോയത്, ഈ ശ്രീരാമൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും അതേപോലെ സീത ലങ്കയിലുണ്ട് എന്ന് പറഞ്ഞ് ഹനുമാനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ചിറക് വരും എന്നുള്ള ആ ഒരു വരം, അതിനനുസരിച്ച് അതൊക്കെ സംഭവിച്ചു. ചിറക് മുളച്ചു. ആ സമ്പാദി അവിടെ സീതയുണ്ട് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു കൊടുത്ത് പറന്ന് പോവുകയും ചെയ്തു. മഹർഷിമാരുടെ അനുഗ്രഹമാണ്. ആ വിവരങ്ങളൊക്കെ ഇവിടെ ജാമ്പുവൻ, ഹനുമാൻ തൊട്ടുള്ള എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അവരൊക്കെ തമ്മിലൊരു ചർച്ച ചെയ്തു. നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കിതുവരെ സീതയെ കണ്ടു കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. 1 മാസത്തിൻ്റെ ഉള്ളിൽ വരണം, അല്ലെങ്കിൽ മരണശിക്ഷയാണ് സുഗ്രീവൻ്റെ ആജ്ഞ. വന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 1 മാസം കഴിയുകയും ചെയ്തു. ഈ സ്വയംപ്രഭയുടെ അവിടെയും ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ദിവസങ്ങൾ വെറുതെ പോയി. അതൊക്കെ പല ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും ദിവസം കടന്നപ്പോൾ ഇനി എന്താ വേണ്ടത്? ഒരു പ്രായോപവേശം ചെയ്ത് മരിക്കാമെന്നൊക്കെ നിശ്ചയിച്ചിരിക്കുക. അപ്പോൾ ഒരുത്തിയിൽ കടൽ, ഒരുത്തിയിൽ ഈ സമ്പാദി, ഒരുത്തിയിൽ സുഗ്രീവ ആജ്ഞ, ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ ഉണ്ട്. മരിക്കാൻ നിശ്ചയിച്ചവർക്ക് മരിക്കാനും കൂടി പാകില്ലല്ലോ എന്നുള്ള മട്ട അവരുടെ. അപ്പോഴാണ് ഈ സമ്പാദി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ സമുദ്രം തരണം ചെയ്തിട്ട് സീതയൊന്ന് കണ്ടുവരൂ എന്ന് അവിടെ ചർച്ച ജാമ്പവാൻ വിധിച്ചു. അംഗദിനും എല്ലാവരും ഉണ്ട്. അപ്പോൾ സമുദ്രം എങ്ങനെയാണ് തരണം ചെയ്യാം? ഹനുമാന് മാത്രമേ പറ്റൂ എന്ന് ജാമ്പവാൻ വിധിച്ചു. ഹനുമാൻ്റെ കുട്ടിക്കാലം പറഞ്ഞു. ഹനുമാൻ ജനിച്ച സമയത്ത് ആകാശത്ത് ഈ സൂര്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പഴാണെന്ന് വിചാരിച്ചിട്ട് മുളുകേറി പറന്നു. അപ്പോൾ ഇന്ദ്രൻ ഹനുമാൻ്റെ താടിയിലൊരു പ്രഹരം കൊടുത്തു. അതൊരു പാടായി. അതാണ് ഹനുമാൻ. ഹനുവിലൊരു പാട് വന്നു. അതാണ് ഹനുമാൻ. അപ്പോൾ ആ പേര് കിട്ടാനുള്ള കാരണം. ഇനി നിൻ്റെ കഴിവ് ഇല്ലാണ്ടേ ആവട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറക്കാനുള്ള കഴിവൊക്കെ ഇല്ലാണ്ടേ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശാപമായിട്ട് ഇങ്ങനെ കിടക്കുക. ശാപമുക്തി എങ്ങനെയാ വെച്ചാൽ, ആരാണോ ഇത് പറഞ്ഞിട്ട് വീണ്ടും ഈ ശക്തിയെ തനിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ ഈ ശക്തി തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. ഇപ്പോൾ ജാമ്പവാൻ ആ കഥകളൊക്കെ പറഞ്ഞു. ഹനുമാൻ ശങ്കരാംശമാണ്, ഈ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വേഗം തന്നെ ശാപമുക്തി ആയിട്ട് കിട്ടിയതിനെ ഉപയോഗിച്ചു. അവിടുന്ന് ഹനുമാൻ ഈ കടലിൽ കടക്കാൻ വേണ്ടിയിട്ട് ത്രികൂട പർവ്വതത്തിൻ്റെ അവിടെ കയറി ഭഗവാനെ സ്മരിച്ച്, രാമനെ സ്മരിച്ച് ലങ്കയിലേക്ക് പറക്കുകയാണ്. ഇപ്പോൾ പോണ വഴിക്ക് 3 തടസ്സങ്ങൾ കണ്ടു എന്നാണ്. സുന്ദരകാന്ഡം തുടക്കമാണ്. ഹനുമാൻ ലങ്കയിലേക്ക് പറന്നു പോവുകയാണ്. ആ സമയത്ത് അവിടെ സുരസ വന്നു, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന സുരസ തിന്നാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വലുതാവലും ചെറുതാവലും ഇങ്ങനെയൊക്കെ ആയിട്ട് സുരസ നല്ലോണം വലുതാക്കി ഹനുമാൻ. അതിന് ശേഷം ഹനുമാൻ പെട്ടെന്ന് ചെറുതായിട്ട് വായുടെ ഉള്ളിലേക്ക് കടന്ന് ചെവിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വന്നു. എന്നിട്ട് സുരസയെ മാതാവേ എന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ വേറൊന്നും മാർഗ്ഗമില്ല. സുരസ അനുഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ദേവന്മാരാൽ അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുരസയെ കടന്നു. അപ്പോഴാണ് ഈ വരുണൻ്റെ സഗരന്മാർ, വരുണൻ ഒക്കെ
സൂര്യവംശ രാജാവിൻ്റേതായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് സൂര്യൻ്റെ ദൂതനായിട്ടുള്ള അല്ലെങ്കിൽ സൂര്യവംശ രാജാക്കന്മാരുടെ ശ്രീരാമൻ്റെ ദൂതനായിട്ടുള്ള ഈ ഹനുമാന് വിശ്രമിക്കാൻ കുറച്ച് സമയം അണിച്ചാൽ വിശ്രമിക്കാനുള്ള സ്ഥലം കൊടുക്കണം എന്ന് കണക്കാക്കി മൈനാകം കടലിൽ കിടക്കുക. മൈനാകത്തിനോട് പറഞ്ഞു, ഒന്ന് പൊന്തിക്കോളൂ, എന്നിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോയി പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞു. ആഹാരം കൊടുക്കുക, എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ അതൊക്കെ. ഇപ്പോൾ മൈനാകം പൊന്തി വന്നു. മൈനാകത്തിനെ ഒന്ന് തൊട്ടു, തലയിൽ വെച്ചു. രാമകാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ വിശ്രമം എന്ന് പറഞ്ഞ് മൈനാകത്തിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് സിംഹിക അവിടെ നിഴൽ പിശാചായിട്ട് കടലിൻ്റെ അടിയിലുണ്ട്. മുകളിലൂടെ എന്ത് പറഞ്ഞാലും ശരി, അതിൽ ഒരു നിഴൽ കടലിൽ വരും. അപ്പോൾ ആ നിഴലിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ആകാശത്ത് കൂടെ പറക്കുന്ന ആ പക്ഷിയെ അതെന്തായാലും വേണ്ടില്ല, അതിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു കാന്ത വലയം, അതിനെ സിംഹ പിടിച്ച് തിന്നും. ഇങ്ങനെയാണ് പതിവ്. അപ്പോൾ ഹനുമാനെയും ഈ പിടിച്ചു വലിക്കൽ സംഭവിച്ചു. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സിംഹികയാണെന്ന് മനസ്സിലായി, രാക്ഷസിയാണെന്ന് മനസ്സിലായി. തൻ്റെ കാല് താഴത്തേക്ക് ആക്കി കൊടുത്തു ഒരു ചവിട്ട്. ആ നിഴൽ പിശാചിനെ വധിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ലങ്കയിലെത്തിയപ്പോൾ കവാടത്തിൽ ലങ്കാലക്ഷ്മി ഇരിക്കുന്നുണ്ട്. ആ ലങ്കാലക്ഷ്മി ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തു ചെകിട്ടത്തൊരടി, ഇടത്തെ കൈ കൊണ്ട് വലത്തെ ചെവിയിലടിച്ചു എന്നാ. ലക്ഷ്മിക്ക് നല്ല വേദനയായി. ലങ്കാലക്ഷ്മി ഒരു ശാപം കാരണം അവിടെ എത്തിയതാ, രാവണൻ്റെ കാവലായിട്ട്. ഈ ലങ്കാലക്ഷ്മി കാവലുള്ള അത്രയും കാലം ലങ്കയ്ക്കോ രാവണനോ യാതൊരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു ദുരനുഭവവും വരില്ല. അപ്പോൾ ആ ലങ്കാലക്ഷ്മിയെ മുക്തയാക്കി. ഹനുമാൻ വന്നിട്ട് ഇങ്ങനെ അടിച്ചാലേ മുക്തി കിട്ടുള്ളൂ എന്നതാണ് ശാപമുക്തി. അതുകൊണ്ട് അതും തരായി. അങ്ങനെ ലങ്കാലക്ഷ്മി അനുഗ്രഹിച്ചു. സീത ശംശഭാ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. കുറച്ച് തിരഞ്ഞാലേ കിട്ടുള്ളൂ കേട്ടോ എന്നും പറഞ്ഞു. നിൻ്റെ കാര്യം നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ലങ്കാലക്ഷ്മി മറഞ്ഞു. അങ്ങനെ ലങ്കയിലേക്ക് കടന്ന് എല്ലാ ദിക്കിലും തിരഞ്ഞ് ഒടുക്കമാണ് ഈ ശംശഭാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സീത ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ പെട്ടെന്നാണ് ചെല്ലാൻ പറ്റിയില്ല. രാവണനും കൂട്ടരെ കൂടിയിട്ട് വരിക. അപ്പോൾ ഇനി എന്താ ചെയ്യുക, കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു. രാവണൻ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടും കൂടെയുള്ള ഈ രാക്ഷസികളെ ഉപദ്രവിക്കുന്നതും ഒക്കെ കണ്ട് വല്ലാത്ത വിഷമായി. സീത വളരെ ദുഃഖിതയാണ് എന്ന് മനസ്സിലായി. 2 മാസത്തിൻ്റെ ഉള്ളിൽ സീത എൻ്റെ ഭാര്യയായിട്ടില്ല വെച്ചാൽ ഈ സീതയെ കറി വെച്ചോളൂ, എന്നിട്ട് എനിക്ക് പ്രാതലിന് ആഹാരമായിട്ട് തന്നോളൂ എന്നും ശട്ടം കെട്ടിയിട്ടാണ് ഈ രാവണൻ അവിടെ നിന്ന് പോയത്. രാവണൻ തലേദിവസം രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കണ്ടു. രാമൻ്റെ ദൂതനായിട്ടൊരു വാനരൻ വരുന്നുണ്ടെന്നും ആ വാനരനെ കാണാൻ സാധിക്കുമെന്നൊക്കെ. ഇപ്പം അറിഞ്ഞു വെച്ചാൽ ദൂതൻ ഇവിടെ വന്നിട്ട് വെച്ചാൽ കേട്ടോട്ടെ വിചാരിച്ചിട്ട് ഉറക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതൊരു ആജ്ഞ പോലെയാണ്. 2 മാസത്തെ ഗ്യാപ്പും കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഹനുമാൻ കേട്ടു. പക്ഷേ ഹനുമാനെ കാണാൻ സാധിച്ചില്ല. കാര്യങ്ങളൊക്കെ മനസ്സിലായി. രാവണനും സംഘവും പോവുകയും ചെയ്തു. കാവൽ കുറച്ച് ശക്തിയാക്കി. ഒക്കെ സ്ത്രീകളാണ് കേട്ടോ, പുരുഷന്മാരാരുമില്ല. അമ്മയെ പോലെയാണ് കണ്ടിരിക്കുന്നത് ഈ മുക്കുതിക്ക് വേണ്ടിയിട്ട് രാവണനെ കാരണാക്കി എന്ന് മാത്രമേ ഉള്ളൂ സീതയെ. ഹനുമാൻ ഈ കാര്യങ്ങൾ കണ്ടു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ശല്യമില്ലാത്ത സമയത്ത് രാക്ഷസികളൊക്കെ പോയി. ഹനുമാൻ തൻ്റെ കയ്യിലുള്ള അടയാളം കയ്യിലുണ്ട്. ഭഗവാനെ സ്മരിച്ചു. ഭഗവാന്റെ കഥകളാണ് പാട്ടായിട്ട് പാടി, നന്നായിട്ട് പാടി. അപ്പോൾ പാടി കഴിഞ്ഞപ്പോൾ സീത അത് കേട്ടു. ആരാ അത്? എൻ്റെ സ്വാമിയെക്കുറിച്ച് പറയുന്ന മായാവിയാണോ? വീണ്ടും സീത രാവണൻ മായാവിയായിട്ട് വന്നിരിക്കുകയാണോ എന്നൊക്കെ കണക്കാക്കുക. അപ്പോൾ സീത ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ രാമൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഹനുമാൻ. ഒരു ഈച്ചയുടെ വലിപ്പത്തിലാണ്. മാതാവേ എന്ന് വിളിച്ച് നമസ്കരിച്ചു. നീ ആരാന്നായി. അപ്പോൾ ഞാൻ ഹനുമാനാണ് എന്ന് പറഞ്ഞ് ഹനുമാൻ്റെ ചെറിയൊരു രൂപത്തെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അടയാളം കൊടുത്തു. രാമനാണെന്നുള്ള രാമൻ്റെ ദൂതനാണ്, അനുകൂലിയാണെന്ന് മനസ്സിലായി. തിരിച്ച് ഇങ്ങോട്ടും അടയാളങ്ങൾ കൊടുത്തു.
ഒരു ചൂടാരത്നമുണ്ട്, ആ ചൂടാരത്നത്തെ കൊടുത്തു. അതേപോലെ ഒരു കാക്ക കഥ, ജയന്തൻ്റെ ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള ജയന്തൻ കാലിൻ്റെ മുകളിൽ സ്പർശിച്ചതും അത് രാമനും സീതയ്ക്കും ജയന്തനും മാത്രമേ അറിയുള്ളൂ, പിന്നെ ആർക്കും അറിയില്ല. അപ്പോൾ ആ കഥ ഹനുമാനോട് പറഞ്ഞു. എന്നെ കാലുമിൽ കൊത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ എൻ്റെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരണ്ട വിചാരിച്ച് കാത്തിരുന്നു. കാലിൻ്റെ മുകളിൽ ചോര കണ്ടു. ഉണർന്നു കഴിഞ്ഞപ്പോൾ രാമൻ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ മുകളിൽ ചോര കണ്ടു. അപ്പോഴാണ് ജയന്തൻ വരണതും കൊത്തുന്നതൊക്കെ മനസ്സിലായത്. വേഗം ഒരു പുല്ലെടുത്തിട്ട് ബ്രഹ്മാസ്ത്രമായിട്ട് ജയന്തൻ്റെ നേർക്ക് വിട്ടു. ജയന്തൻ എല്ലാ ദിക്കിലും അഭയം ചോദിച്ചു. ആർക്കൊന്നും അഭയം കൊടുക്കാൻ സാധിച്ചില്ല. വീണ്ടും സീതാദേവിയെ തന്നെ നമസ്കരിച്ചു, ശ്രീരാമനെ നമസ്കരിച്ചു ജയന്തൻ. അപ്പോൾ രാമബാണവും രാമവാക്കും വൃഥാവിലാവില്ല. ഒരു ലക്ഷ്യം കാണിച്ചു തന്നോളൂ, നിനക്ക് ശിക്ഷയുണ്ട്, എന്താ ശിക്ഷ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ കണ്ണുകൊണ്ട് നോക്കിയല്ലോ എന്നുവെച്ചാൽ ഒരു ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ എന്ന് സാരം. അപ്പോൾ അതുകൊണ്ട് ഒരു കണ്ണ് കളയാം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ കാക്കയുടെ ഒരു കണ്ണ് കളഞ്ഞു. ഇന്നും കാക്കയ്ക്ക് ഒരു പുറത്തേക്ക് കാണാൻ സാധിക്കില്ല, രണ്ട് പുറത്തേക്കും കാണാൻ സാധിക്കില്ല. ഒരു പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും മറ്റേ പുറത്തേക്ക് നോക്കണം വെച്ചാൽ ആ പുറം കാണാണ്ടേയും ഈ പുറം കണ്ടും കൊണ്ടും അങ്ങനെയാണ്. അങ്ങനെ മാറി മാറിയിട്ടേ നോക്കാൻ സാധിക്കുള്ളൂ കാക്കയ്ക്ക്. ഇത് രാമനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ളൊരു ശിക്ഷയാണ്. അങ്ങനെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇനി ഞാൻ രാവണനെ കാണണം എന്നുള്ള നിലയ്ക്കായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്, ആഹാരം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ആഹാരം കഴിച്ചാലോ പറഞ്ഞു. അപ്പോൾ അവിടെ ധാരാളം പഴങ്ങളുണ്ട്, അതൊക്കെ ധാരാളം നല്ലോണം കഴിച്ചു. പിന്നെ അശോകവനിക ഒഴിച്ച് ബാക്കിയുള്ള രാവണൻ്റെ പൂങ്കാവനങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. മരങ്ങളൊന്നുമില്ലാണ്ടേ ഇത് വലിയ ശബ്ദ കോലാഹലമായി. അപ്പോൾ രാവണൻ ഇത് മനസ്സിലായി. വേഗം മക്കളെ വിട്ടു. അക്ഷകുമാരനെ ആദ്യം വിട്ടത്, സൈന്യത്തോട് കൂടിയിട്ടാണ് വിട്ടത്. ഹനുമാൻ അവിടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളൊരു കൊട്ടാരത്തിൻ്റെ തൂണൊക്കെ പറിച്ച്, ഇരുമ്പിൻ്റെ തൂണ അത് പറിച്ചെടുത്തിട്ട് ഈ സൈന്യങ്ങളെയൊക്കെ മുഴുവൻ വധിച്ചു. അക്ഷകുമാരനെയും വധിച്ചു. അപ്പോൾ രാവണൻ തന്നെ സ്വയം ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ മേഘനാഥൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ മേഘനാഥൻ വന്നു, യുദ്ധം ചെയ്തു, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ഈ ഹനുമാന് ഒരു ശാപമുണ്ട്, ബ്രഹ്മാസ്ത്രം ഒരു തവണയെങ്കിലും ഏൽക്കണമെന്ന്. അപ്പോൾ അത് വരം ആയിട്ട് കൊടുക്കുകയും ചെയ്തു. മുക്കുതിയല്ല, ശാപമുക്കുതി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് വരായിട്ടാണ് കിട്ടിയത്. 3.25 നാഴിക മാത്രം ബ്രഹ്മാസ്ത്രം നിന്നെ ബാധിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലാണ്ട് ഒരു മുഹൂർത്തം നടത്തും, അത്രയേ ഉള്ളൂ. ഭരണപാശം കൊണ്ട് കെട്ടി എന്നിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചു രാവണൻ്റെ മുമ്പിൽ. അനവധി ആൾക്കാർ ഏറ്റിയിട്ടാണ് ഹനുമാനെ കൊണ്ടുപോയത്. അപ്പോൾ രാവണൻ്റെ ഉയർന്ന സിംഹാസന, ഇവിടെ ഹനുമാന് സിംഹാസനമൊന്നുമില്ല, ഇരിക്കാൻ ഇരിപ്പിടമൊന്നും കൊടുത്തില്ല. അപ്പോൾ വാലങ്ങട് ചുരുട്ടി രാവണൻ്റെ സിംഹാസനത്തിൻ്റെ ഉയരത്തിൽ അത്രയും ഉയരത്തിൽ ഇതാണ് വാലങ്ങട് പീഠാക്കിയിട്ട് മാറ്റി, നല്ല പീഠാക്കി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോൾ തുല്യം നേർക്ക് നേരെയായി. ഒരു കരിമ്പനയുടെ ഉയരമുണ്ട് മൊത്തം. ബാക്കിയുള്ള രാക്ഷസന്മാരൊക്കെ കൂറ്റന്മാരാച്ചാൽ അവർ ഇതിൻ്റെ താഴെ, പീഠത്തിൻ്റെ താഴെയുള്ളൂ. അങ്ങനെ തുല്യമായിട്ടിരുന്ന് സംവദിക്കാൻ തുടങ്ങി. അപ്പോൾ രാവണൻ നേരിട്ട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല, മന്ത്രിയോട് സംസാരിപ്പിച്ചു. ആരാ നീ, എവിടുന്ന വന്ന് എൻ്റെ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ജീവൻ കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഏതായാലും അതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞു. ഞാൻ തന്നെ നിന്നെ ഇപ്പോൾ വധിക്കാൻ കൂട്ടിയാൽ പറ്റും, പക്ഷേ ഞാൻ ചെയ്യണില്ല, സ്വാമിയുടെ ആജ്ഞയില്ല, അതുകൊണ്ട് സീതയെ കൊടുത്തോളൂ, ജീവൻ വേണമെങ്കിൽ എന്നൊക്കെ. അപ്പോൾ അപമാനിച്ചു എന്ന് കണക്കാക്കി, ദൂതനായാലും അപമാനിച്ചാൽ ശിക്ഷിക്കണം, വധിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. വിഭീഷണൻ വന്ന് തടുത്തു. വിഭീഷണൻ തടുത്ത് വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാനരന്മാർക്ക് അഭിമാനം വാലാണ്. അപ്പം അതുകൊണ്ട് ആ വാല് കുറേ തുണിയൊക്കെ ചുറ്റി എണ്ണയൊക്കെ കൊടുത്ത് തീ കൊളുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ തീ കൊളുത്താൻ നിശ്ചയിച്ചു, തീ കൊളുത്തി. അപ്പോൾ ഹനുമാൻ ആ തീ കൊണ്ട് അങ്ങോട്ട് ചാടി. ഒരു കൊട്ടാരം അവിടെ മുഴുവൻ കത്തിച്ചു, അടുത്ത കൊട്ടാരം അത് മുഴുവൻ കത്തിച്ചു. അങ്ങനെ ലങ്ക മുഴുവൻ, സീത ഇരിക്കുന്ന സ്ഥലവും രാവണൻ്റെ കൊട്ടാരം ഒഴിച്ച് ബാക്കിയുള്ള ഒക്കെ കത്തിച്ചു. അല്ല, വിഭീഷണൻ്റെ കൊട്ടാരം ഒഴിച്ച് ബാക്കിയുള്ള ഒക്കെ
കത്തിച്ചു. അനവധി സൈന്യങ്ങളെ ഒന്നിച്ച് 1/4 സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നാ. അവിടുന്ന് വീണ്ടും സീതയുടെ അടുത്തെത്തി. ഇതാ ഞാൻ പോവുകയാണ്, അമ്മ എൻ്റെ തോളിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അല്ല, അത് വേണ്ട, രാമൻ ഇവിടെ വരട്ടെ, എന്നിട്ട് രാവണനെ വധിക്കട്ടെ, എന്നിട്ടാവാം, നീ ചെയ്തൊക്കെ വളരെ സന്തോഷമായി എന്നും പറഞ്ഞ് സീതയുടെ അനുവാദം വാങ്ങിയിട്ട് ഇവിടെ രാമൻ്റെ അടുത്തെത്തി. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടയാളം അങ്ങോട്ടും കൊടുത്തതും ഇങ്ങോട്ട് തന്നതും അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഈ അടയാള വാക്യവും പറഞ്ഞു, ഈ കാക്കക്കഥ പറഞ്ഞു, ചൂടാമണി കൊടുക്കുകയും ചെയ്തു. രാമന് വളരെ സന്തോഷമായി. ഹനുമാൻ ഒരു കാര്യം മനസ്സിലായി, സീതയുടെ ഉള്ളിൽ രാമൻ ഇരിക്കുന്നു, രാമൻ്റെ ഉള്ളിൽ സീതയും ഇരിക്കുന്നു, ഇവർ തമ്മിൽ വേർപെട്ടിട്ടില്ല. അപ്പോൾ ഇവർ വേർപെട്ടു എന്ന് കാണിക്കുന്നത് മായയാണ്, ഇവർ ഈശ്വരന്മാർ തന്നെയാണ്, എനിക്ക് ആശ്രയം തരുന്നത് ഇവരാണ് എന്ന് മനസ്സിലായി. ആ അർത്ഥത്തിൽ ഈ രാമനെ നന്നായിട്ട് നമസ്കരിച്ചു. എന്നും എൻ്റെ ഈ ദാസ്യഭാവം, എൻ്റെ വിനീത സേവനഭാവം അങ്ങ് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ അതിനെ അവിടെ നന്നായിട്ട് തന്നെ സമർപ്പിച്ചു. ത്വമസ്മിൻ കാര്യനിര്യോഗേ ഭഗവാനെ, ഈ ഹനുമാൻ യത്നമാസ്ഥായ സർവദുഃഖക്ഷയകരോ ഭവ. ഭഗവാൻ നന്നായിട്ട് തന്നെ ഹനുമാനെ ഇപ്രകാരത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇപ്പോൾ ആരാണോ ഹനുമാനെ സ്മരിക്കുന്നത് അവർക്ക് ശ്രീരാമൻ്റെ അനുഗ്രഹം കിട്ടും. ശ്രീരാമനെ ആരാണോ അനുഗ്രഹിക്കുന്നത് അവർക്ക് ഹനുമാൻ്റെ സഹായവും കിട്ടും. ഇങ്ങനെ സീതാരാമചന്ദ്രന്മാർ ഹനുമാനോടൊപ്പം സ്മരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല എന്നെല്ലാം അവിടെ വിധി. അങ്ങനെയുള്ള ആ രാമചരിതം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ, സേതുബന്ധനം തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ജാനകി ജീവനസ്മരണം, ജയ ജയ രാമ രാമ.